ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ബ്രേക്കിന് ശേഷം ഇന്ന് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 7 days മുന്നേ ആയിരുന്നു ഞാനൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ ജോബ് സെർച്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് കുറേ നല്ല റെസ്പോൺസസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ പേര് ആ വീഡിയോ കണ്ടതിന് ശേഷം അവർക്ക് കുറേ യൂസ്ഫുൾ ടിപ്സ് കിട്ടി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ എനിക്ക് ഒരേ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസും ലൈക്കും ഷെയറും ചെയ്യുക. അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് ടിപ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 7 days ഗ്യാപ്പിൻ്റെ ഇടയിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഒന്ന് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ റെസ്പോൺസ് വന്നത് ഇൻസ്റ്റയിലാട്ടോ. അപ്പോൾ എന്താണെന്നൊക്കെ അറിഞ്ഞൂടെ, എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റയിലാണോ ആക്റ്റീവായിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇൻസ്റ്റയിലാണ് എനിക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ അതിൽ നിന്നും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തത്. കാരണം കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഓൾമോസ്റ്റ് 100 ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇന്ന് കവർ ചെയ്യാം, ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നാളെ കുറച്ച് ഞാൻ ബിസി ആയിപ്പോയി. അതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. വേറെ ഒന്നുമില്ല, ഞങ്ങൾ ഫ്ലാറ്റ് മാറാനായിട്ട് നോക്കുകയാണ്. സോ ഫ്ലാറ്റ് ഹണ്ടിങ്ങിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കുറേ. സോ അതിൻ്റെയും വ്ലോഗ് വരുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഫ്ലാറ്റ്സ് ഞങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ തീരുമാനിക്കണം ഏത് ഫ്ലാറ്റിലേക്കാണ് ഫൈനലൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ സോ ആ ഒരു വ്ലോഗും വരാനുണ്ട്. ഓക്കെ, എഡിറ്റിംഗ് പ്രോസസ്സിലാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോൺ തിരിച്ചു പിടിച്ച്. ഓക്കെ ഫൈൻ. ഞാനൊരു കാര്യം മിസ് ചെയ്തിട്ട് പറയാനായിട്ട്, ഞാൻ ഇതിൻ്റെ ഇടയിൽ മുടിയൊന്ന് വെട്ടി. കാരണം എനിക്ക് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഹെയർ എനിക്ക് അത്ര ഇഷ്ടമല്ല. സോ ഞാൻ കുറച്ച് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ലെയർ കട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലെയർ കട്ടിൽ ഞാൻ വിചാരിച്ചു ആദ്യം ബോക്സ് ലെയർ കട്ടിന് മുന്നേ സംഭവമുണ്ട്. സോ ഐ വോണ്ടഡ് ടു ട്രൈ ദാറ്റ്. പക്ഷെ അവർ പറഞ്ഞു മുടി ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ളവർക്കാണ് ഈ സ്ക്വയർ ലെയർ കട്ടൊക്കെ നല്ലോണം സൂട്ട് ആവണമെന്ന് അവർ പറഞ്ഞു കേട്ടോ. സോ എൻ്റെ മുടി എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വേവി ടൈപ്പാണ്, അത്ര സ്ട്രെയിറ്റ് അല്ല. സോ എനിക്ക് അത്രത്തോളം സൂട്ട് ആവില്ല എന്ന് അവർ പറഞ്ഞു. അഥവാ അവർ സ്ക്വയർ ലെയർ കട്ട് ചെയ്താൽ പോലും അതിൻ്റെ ഇഫക്റ്റ് നമ്മുടെ ഹെയറിൽ കാണില്ല എന്ന് അവർ പറഞ്ഞിട്ടോ. സോ ഞാൻ പിന്നെ നോർമൽ ലെയർ കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താ സംഭവിച്ചാൽ ഞാൻ എണ്ണ ഇട്ട് നല്ലോണം എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ആ ഒരു ലെയർ കട്ടിൻ്റെ ഇഫക്റ്റ് അത്ര കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ ഹോപ്പ് ലൈക്ക് ആഫ്റ്റർ സോ മെനി മന്ത്സ് എന്നെ ഞാനിങ്ങനെ എൻ്റെ ലുക്കിനെ ഞാനിങ്ങനെ കാണുന്നുണ്ടോ. അല്ലെങ്കിൽ ഇത്ര വലിയ മുടിയൊക്കെ ആയിട്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ ടു മാനേജ്. അപ്പോൾ ഈ ഒരു ലുക്ക്, ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ഇറ്റ്സ് എ റിയലി മോട്ടിവേഷൻ ഫോർ മീ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി? ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ ഉണ്ട്, കുറേ രസകരമായിട്ടുള്ള മെമ്മറീസ് ഉണ്ട് കേട്ടോ. അതിൽ നിന്നും ചൂസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൾട്ടാണ് എനിക്ക്. സോ ഭയങ്കര ഡിഫിക്കൾട്ടാണ്, എന്നാലും ഞാൻ പറയാം. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് ഞാൻ പറയാം. എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ബോംബെയിലാണ് ജനിച്ചത്, വളർന്നതൊക്കെ ബോംബെയിലാണ്. സോ ഞങ്ങൾക്ക് സമ്മർ വെക്കേഷൻസ് പറയുന്നത് ഏകദേശം ഒരു ഏപ്രിൽ മിഡിൽ തൊട്ട് ജൂൺ മിഡിൽ വരെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു കംപ്ലീറ്റ് 2 months നമുക്ക് സമ്മർ വെക്കേഷൻസ് ഉണ്ട്. അതിനോടൊപ്പം നമുക്ക് ദീപാവലിയുടെ വെക്കേഷൻ അടക്കം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നവംബർ, ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ, എപ്പോഴാണ് ദീപാവലി വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ലീവ് കിട്ടുന്നുണ്ടോ. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 2 weeks ദീപാവലിയുടെ വെക്കേഷൻസ് നമുക്ക് കിട്ടുമായിരുന്നു. സോ ഈ ഒരു വെക്കേഷൻ ആവാൻ വേണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഞാൻ കാത്തിരിക്കുമായിരുന്നു. കാരണം വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു നല്ല രസമായിരിക്കും. കാരണം വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരു 8 മണി 9 മണിക്കൊക്കെയാണ് രാവിലെ എണീക്കാറുള്ളത്. പക്ഷെ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്കാണ് ഞാൻ എണീക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ അടുത്തും ഒരേപോലത്തെ സൈക്കിളായിരുന്നു കേട്ടോ. ജസ്റ്റ് ലേഡി ബർഡിൻ്റെ സൈക്കിൾ എൻ്റെ അടുത്ത് അതായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പിങ്ക്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ബ്ലൂ, അങ്ങനെ സെയിം സൈക്കിൾ പക്ഷെ പല കളേഴ്സിലുള്ളതായിരുന്നു.
അപ്പം ഞങ്ങൾ ഈ ഓൾമോസ്റ്റ് ഒരു 7 o'clock മോർണിംഗ് ആയിക്കഴിഞ്ഞ് ഈ സൈക്കിൾ എടുത്തോണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകും. എൻ്റെ പിന്നാലത്തെ ബിൽഡിങ്ങിൽ ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് സീൻ. പിന്നാലത്തെ ബിൽഡിങ്ങിൽ പോയിട്ട് അവിടെ കളേഴ്സ്, ബ്യൂട്ടിഫുൾ കളേഴ്സ്, അതും പല സൈസിൻ്റെ ഉള്ള പൂക്കളൊക്കെ ഇട്ടുമായിരുന്നു കേട്ടോ മരത്തിലിങ്ങനെ. ആ സമയത്ത് നല്ല രസമായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഇരുന്ന് കയറി പൊട്ടിച്ച്, പക്ഷെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ അതേപോലെ സൈക്കിൾ ഓട്ടിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ വരും. വീട്ടിലെത്തിയിട്ട് അത് ഞങ്ങൾ പൂജയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഭഗവാന്റെ മുമ്പിൽ ഞങ്ങളിങ്ങനെ വെച്ചിട്ട് ഒരു ഏകദേശം ഒരു 9 മണിയാകുമ്പോഴേക്കായിരിക്കും ഞങ്ങൾ ഈ പൂക്കളൊക്കെ പൊട്ടിച്ചിട്ട് വീട്ടിലേക്ക് വരട്ടെ. അത് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഭഗവാന്റെ മുമ്പിലൊക്കെ ഈ പൂക്കളൊക്കെ വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറേ ഒരു ഇൻഡോർ ടോയ്സ് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതായത് മറ്റേ ബിസിനസ് മൂവ്, ക്യാരംസ്, അങ്ങനെ എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. അതൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അതൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു കെട്ട ടോയ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ തന്നെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കളിക്കാനായിട്ടുള്ളത്. ലോബി സ്പേസ് ഉണ്ട്. സോ ആ ലോബിയിൽ ഇരുന്നിട്ടായിരിക്കും നമ്മൾ എല്ലാവരും കൂടി കളിക്കണത് കേട്ടോ. ആ കളി തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 മണി വരെ, ഉച്ച 2 മണി വരെ ഞങ്ങൾ അത്രയും ആ ഒരു എൻതൂസിയാസമോടെ ഞങ്ങൾ കളിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ അച്ഛനമ്മമാർ ഞങ്ങൾ വിളിക്കും, ഭക്ഷണം കഴിക്കാൻ സമയമായി വരുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാ കുട്ടികളും അങ്ങനെ ആയിരുന്നു. എന്നിട്ട് അവസാനം അടിയും വഴക്കുമായിട്ട് എങ്ങനെയൊക്കെയോ നമ്മൾ ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്ക് പോകും. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വേഗം ചടപടാന്ന് പറഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇതേപോലെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇതിപ്പോൾ ഉച്ച സമയമാണ്. ഉച്ച സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണല്ലോ. അപ്പോൾ എന്നിട്ട് പോലും ആ ഒരു എന്താ പറയുക, കിടന്നുറങ്ങുന്ന സമയത്ത് ഭയങ്കര സൈലൻസ് ആണ് ബിൽഡിങ്ങിലൊക്കെ. ആ ബിൽഡിങ്ങിന് ചുറ്റും ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ, പുറത്തേക്ക് അധികം ആരും ഇറങ്ങുന്നില്ല ഉച്ച സമയത്ത്. എന്നിട്ട് പോലും ഞങ്ങളുടെ ശബ്ദം, ഞങ്ങൾ കളിക്കുന്ന ആ ഒരു ഒച്ച ഉണ്ടല്ലോ, എൻ്റെ അമ്മയെ, എനിക്കതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ചിരി വരും അതൊക്കെ ആലോചിക്കുമ്പോൾ. കാരണം ആ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ട് ഭയങ്കര നിലവിളി മൊച്ചയായിട്ട് നമ്മൾ കളിക്കുമ്പോൾ എല്ലാ വീട്ടിലത്തെയും പാരൻസ് ഞങ്ങളെ ചീത്ത പറയാൻ വേണ്ടിയിട്ട്, ഞങ്ങളെ വഴക്ക് വരാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. കുട്ടികളെ ഇത് ഉച്ച സമയമാണ്, ഇപ്പോഴാണ് ഈ കളിക്കുന്നത്, അങ്ങനെ ഞങ്ങൾ എന്നിട്ടൊന്നും നാണമാനമൊന്നുമില്ല, നാണക്കേടൊന്നും ഇല്ലാണ്ട് ഞങ്ങളിരുന്ന് സുഖമായിട്ട് കളിയും ബഹളമൊക്കെ ആയിരുന്നു. എന്നിട്ട് ഈ ഒരു കളി ഒരു 4 മണി വരെയൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് 4 മണി കഴിഞ്ഞ വീണ്ടും ഇതേപോലെ ഭയങ്കര അടിയും വഴക്കൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ പോവും. എന്നിട്ട് പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും അതേപോലെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി 5 മണിക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പം വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് താഴെ പോയി കളിക്കാമല്ലോ, അപ്പോൾ ആ പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് ബാഡ്മിൻ്റൺ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനായിട്ട്. ബാഡ്മിൻ്റൺ, അതേപോലെ ഹൈഡ് ആൻഡ് സീക്ക്, അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ട്. ഡോഗ് ഇൻ ദ ബോൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ താഴെ പോയി കളിക്കും കേട്ടോ. എന്നിട്ട് ഏകദേശം ഒരു 9 മണി വരെ ഓൾമോസ്റ്റ് നമ്മൾ കളിക്കാറുണ്ട്. ആ സമയത്തൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എപ്പോഴും നമ്മൾ വീട്ടിൽ വെറുതെ ഒന്ന് ഫാമിലി ആയിട്ടൊന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സായിട്ട് ഇപ്പോഴും എനിക്ക് കോൺടാക്റ്റ് ഉണ്ട്. ആരും എവിടേക്കും പോയിട്ടില്ല കേട്ടോ. ബോംബെയിൽ തന്നെയാണ്. അതും ഞാനിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് വെച്ചാൽ തൊട്ടപ്പുറത്തെ ബിൽഡിങ്സിലൊക്കെയാണ് ഇവർ താമസിക്കുന്നത്. സോ ഇപ്പോഴും ആ ഒരു കോൺടാക്റ്റ് ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ 9 മണിയൊക്കെ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ വേർത്ത് നായി എന്തോ പോലെ ആയി. നല്ല രസം അതൊക്കെ. എന്നിട്ട് ഇതേപോലെ ഞങ്ങൾ വീട്ടിൽ പോകാൻ തയ്യാറല്ല, ഞങ്ങൾക്ക് കളിക്കണം. എന്നിട്ട് ഈ അച്ഛനമ്മമാരോ വന്നിട്ട് എപ്പോൾ നോക്കിയാലും കളി തന്നെ വീട്ടിൽ പലപ്പോഴും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകും ഞങ്ങളെ. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇതേപോലെ ഫുഡ് കഴിച്ച് വീണ്ടും കുളിച്ച് ഫ്രഷായി വീണ്ടും ഒന്ന് ഇങ്ങനെ കളിക്കാൻ പോകണോ. രാത്രി 10 മണിയായിട്ടുള്ളൂ. കളിക്കാൻ പോകണം. എന്നിട്ട് ആ സമയത്തായിരിക്കും ഒരു കറണ്ട് പോവുക. ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മർ സീസൺ സമയത്ത് ഭയങ്കരമായിട്ട് കറണ്ട് പോവായിരുന്നു. ആ സമയത്തോടെ ഇപ്പം അത്രയില്ല. ആ സമയത്തൊക്കെ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് പോവുമായിരുന്നു. അപ്പം ആ സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി. എല്ലാ കുട്ടികളും വീണ്ടും ഇതേപോലെ തന്നെ ഫ്ലാറ്റ്സ്, അവിടെ ഫ്ലാറ്റ്സിന് പുറത്ത് വന്ന് ഇങ്ങനെ ലോബി ഉണ്ട്, ഞങ്ങളുടെ സ്പേസ് ഉണ്ട്. സോ അവിടെ വന്നിരുന്ന് വീണ്ടും ഇതേപോലെ ഇൻഡോർ ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറീസ് ആണ് അതൊക്കെ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Okay, it is very interesting that which is your favorite movie? ഇതും ആക്ച്വലി ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഞാൻ പറയാം, എനിക്ക് തനിയൊരുവൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ്. ലൈക്ക് എത്ര തവണ കണ്ടാലും എനിക്കത് ബോറടിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം എ ജയം രവി ഫാൻ, ടു ബി ഫ്രാങ്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആളുടെ ആക്ടിങ്ങും എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഹീ ഈസ് വെരി ഫ്ലെക്സിബിൾ, ഐ ഫെൽറ്റ്. കാരണം ആളുടെ പണ്ടത്തെ മൂവീസ് ആയാലും ഇപ്പോഴത്തെ മൂവീസ് ആയാലും
ഭയങ്കര ഒരു ക്യാരക്ടർ റോൾസ് പ്ലേ ചെയ്യുന്ന മൂവീസ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മൂവി സൈലൻ, അതടക്കം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദ ഫസ്റ്റ് ഫേവറേറ്റ് മൂവി ഇസ് തനിയൊരുവൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് സൈലൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാനിപ്പോഴും നമ്മുടെ യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ കാണാറുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ, ബിക്കോസ് അതിൽ ശരിക്കും ഒരു അച്ഛൻ്റെയും മോളുടെയും യുനോ ദാറ്റ് ബ്യൂട്ടിഫുൾ റിലേഷൻ അവരത് നന്നായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും അതിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പലപ്പോഴും ആ ലാസ്റ്റ് സീന് കാണുമ്പോൾ തന്നെ സൈലൻ്റെ ഞാൻ പറയണത്, ലാസ്റ്റ് സീന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും. കാരണം അത്രയ്ക്കും ഒരു ഹാർട്ട് ടച്ചിങ് മൊമെന്റ് നമ്മൾ പറയില്ലേ, നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരായാലും. അപ്പോൾ എനിക്ക് മൈ ഫസ്റ്റ് ഫേവറേറ്റ് മൂവി ഈസ് ഒബ്വിയസ്ലി തനിയൊരുവൻ. പിന്നെ നമ്മുടെ സെക്കൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സൈലന്റ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മൈ ഫേവറേറ്റ് മൂവി. ഒബ്വിയസ്ലി എനിക്ക് കൂടുതലും എങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവീസ് എനിക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും ഈ കോമഡി എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള മൂവീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. നമ്മൾ അത്രയ്ക്കും സ്ട്രെസ്ഫുൾ ലൈഫിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് എൻ്റർടൈൻമെൻറ്റ് മീൻസ് ഒരു കോമഡി സീൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു സ്ട്രെസ് റിലീഫ് ആവും. പക്ഷേ എന്നാൽ പോലും വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് ഡെഫിനറ്റ്ലി മെൻഷൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജയം രവിയുടെ തനിയൊരുവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ റീസൺ, ബട്ട് അതിൽ എല്ലാം സ്റ്റോറി ആയാലും അതിലത്തെ ക്യാരക്ടേഴ്സ് ആയാലും ദ ആക്ടിങ് പെർഫോമൻസ് എവറിത്തിങ് വാസ് ഫെന്റാസ്റ്റിക്. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. എനിക്ക് ഈ ആക്ഷൻ ഫിലിംസ് എന്ന് ഞാൻ അത്ര കാണാത്ത ഒരാളാണ്. എനിക്ക് അത്ര ആക്ഷൻ ഫിലിംസിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ പക്ഷേ ഈ ഒരു മൂവി ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. അത് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ തേർഡ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാട്ടോ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ട്രിക്കി. ഓക്കെ, വാട്ട് വാസ് യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ് ഇൻ ദ സ്കൂൾ? ഓക്കെ, ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയണത് ബയോളജി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സയൻസ് ആണ് എനിക്ക് ടിപ്പിക്കലി ഇഷ്ടം, പക്ഷേ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ലവ് ബയോളജി. ദാറ്റ്സ് വൈ ഐ എം എ ഡെന്റിസ്റ്റ്. അപ്പോൾ ദാറ്റ്സ് മൈ ഫേവറേറ്റ് വൺ. മാത്സ് എനിക്ക് ഇഷ്ടമായിരുന്നു. ഐ യൂസ് ടു ഗെറ്റ് ഫുൾ മാർക്സ് ഇൻ എവറി എക്സാംസ്, ഈവൻ ഇൻ മാത്സ്. പക്ഷേ എനിക്ക് എന്തോ ആ ഒരു കൂടുതൽ എനിക്ക് ഇഷ്ടം തോന്നുന്നത് സയൻസിനോടാണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഡു യു എൻജോയ് doing in your free time? Okay, so that's a very good question. Okay, സിന്ധു എന്നൊരു ചേച്ചിയാണ് എനിക്ക് അയച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ വാട്ട് ഐ ലവ് ഓർ എൻജോയ് ഡൂയിങ് ഇൻ മൈ ഫ്രീ ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി എനിക്ക് ഈ മ്യൂസിക്സ് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് ടു ഹിയർ സോങ്സ്. സ്പെഷ്യലി എനിക്ക് കൂടുതലും ഇഷ്ടം ഈ മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് ടു ഹിയർ ഈവൻ ദോ ഐ ഡോണ്ട് നോ ദ മീനിങ് ഓഫ് ലിറിക്സ്. എനിക്ക് മീനിങ് ചില സമയത്ത് എനിക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ സ്പെഷ്യലി ഇപ്പോൾ തമിഴ് പാട്ടൊക്കെ ഞാൻ കേൾക്കുവാണെങ്കിൽ ചില സമയത്ത് ലൈക്ക് 95% ഓഫ് ദ സോങ്സ് ഐ അണ്ടർസ്റ്റാൻഡ്. തമിഴ് എനിക്ക് മനസ്സിലാവും, പക്ഷെ ചില വാക്കുകളുണ്ടല്ലോ ഈ ഒരു എന്താ പറയുക ചിലത് ഐ മീൻ വെരി ലെസ് ഫ്യൂ പെർസെൻറ്റേജ്. അപ്പം അങ്ങനത്തെ വാക്കുകൾ എനിക്ക് ചിലപ്പോൾ മനസ്സിലാവാറില്ല എന്തായി പാടണമെന്ന്. ബട്ട് ദെൻ ഐ ലവ് ടു ഹിയർ ദ മെലോഡിയസ് സോങ്സ്. മലയാളത്തിലായാലും തമിഴിലായാലും എനിക്ക് മെലോഡിയസ് സോങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അറ്റ് ദ സെയിം ടൈം എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മെലോഡിയസ് സോങ്സ് ആണ്. അതിനോടൊപ്പം തന്നെ ഈ മറ്റേ റോക്ക് സോങ്സ് ഒക്കെ ഉണ്ടല്ലോ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ വാട്ട് ഐ ഡു ഇസ് പൊതുവേ ഞാൻ മ്യൂസിക്സ് ഒക്കെ കേൾക്കാറുണ്ട് മീൻസ് ഫ്രീ ടൈമിൽ. അല്ലെങ്കിൽ പിന്നെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പോലും ഞാൻ മ്യൂസിക് കേട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. സോ ബിക്കോസ് എനിക്ക് കുക്കിംഗ് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. ഐ ജസ്റ്റ് ഹേറ്റ് കുക്കിംഗ്. അപ്പോൾ പക്ഷേ നമ്മൾ പാട്ട് കേട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പിന്നെ ആ ഒരു മൂഡിൽ നമ്മൾ അത് കുക്ക് ചെയ്ത് പോകുന്ന ഞാനത് മനസ്സിലാക്കി. ആ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ that is what mainly I do whenever I get time. The second most thing is ചില സമയത്ത് എനിക്ക് ഡ്രോയിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡ്രോയിങ്ങിനോട് നല്ല താല്പര്യമുണ്ട്. സോ വെനെവർ എനിക്ക് പക്ഷേ അതിനും ഒരു മൂഡ് വേണം. നല്ല മൂഡിലാണെങ്കിൽ ഐ ലവ് ടു ഡ്രോ. പിന്നെ ഞാൻ വെറുതെ മീൻസ് നല്ല ഇൻഫോർമേറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ ഐ ജസ്റ്റ് വാച്ച് ഇറ്റ് ഓൺ യൂട്യൂബ്സ്. ഈവൻ ഐ ലവ് ടു വാച്ച് മൂവീസ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇഫ് ഐ ലൈക്ക്
ദ സ്റ്റോറി ഞാൻ മൂവി കാണുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ സ്റ്റോറി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി വെക്കും. ഇഫ് ഐ വോണ്ട് ടു വാച്ച് ദ സ്റ്റോറി ഐ വിൽ ഡെഫിനറ്റ്ലി വാച്ച് ദ മൂവി. എനിക്ക് ചില മൂവീസ് ഉണ്ടല്ലോ എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ, ബോർ അടിക്കില്ല. ഐ കീപ്പ് ഓൺ വാച്ചിങ് ദം. അങ്ങനെ ഒന്നും ഉണ്ട് കേട്ടോ, എനിക്ക് ഒന്ന് ഇഷ്ടമായി കഴിഞ്ഞാൽ ദെൻ ഐ കീപ്പ് ഓൺ വാച്ചിങ് ദം. സോ എനിക്ക് കൂടുതലും ഈ പണ്ടത്തെ മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു മൈ ഹസ്ബൻഡ്, ഹീസ് എ മൂവി ലവർ എന്ന് വേണമെങ്കിൽ പറയാം. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂവീസ് കാണാൻ. സ്പെഷ്യലി ആൾ പിന്നെ ഏത് ടൈപ്പുള്ള മൂവീസും കാണും കേട്ടോ, ആക്ഷനോ റൊമാൻറ്റിക്കോ കോമഡിയോ ഏത് മൂവീസ് ആയാലും ആൾ കാണും. സോ ഹീസ് എ ടിപ്പിക്കൽ മൂവി ലവർ. അപ്പോൾ ആൾ കാരണമാണ് എനിക്ക് കുറച്ചും കൂടി ഒന്ന് മൂവീനോടൊരു ക്രേസ് വരാൻ തുടങ്ങിയത്. Okay, so okay, that's, I hope I have answered your query. So let's see the next question. ഞാൻ ഈ ക്യാമറ ഒന്നൊന്ന് സ്റ്റേബിളായി വെക്കട്ടെ കേട്ടോ, ബിക്കോസ് കൈ വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു പോർഷൻ വേദന എടുക്കുന്നുണ്ട്. സോ ഓക്കെ, for camera I hope it is stable. So let's move on to the next question. Okay, so which is your favorite family food? Okay, that is also very interesting. Okay, so favorite family food എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും ചിരിക്കരുത് കേട്ടോ ഡാൻസർ കേട്ടിട്ട്. എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ബോംബെയിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ചോറും സാമ്പാറും മൊളൂഷ്യം മോര് കറി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരുന്നു. എന്നും ഞാൻ അമ്മടുത്ത് പറയുമായിരുന്നു, അമ്മ ഇത് ഉണ്ടാക്കണ്ട, എനിക്ക് മദ്യം ഇത് കഴിച്ചിട്ട് എനിക്ക് വേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഐ സ്റ്റിൽ റിമെമ്പർ ഹൗ ഐ യൂസ് ടു യുനോ, ഞാൻ ഇങ്ങനെ എന്നും എനിക്കൊരു മൂഡ് ഓഫ് ആയിരിക്കും. ആ ഉച്ച ഭക്ഷണം ആവുമ്പോൾ തന്നെ ഇന്ന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് സാമ്പാറാണ്. ഈശ്വര, എനിക്ക് ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആവുമായിരുന്നു. ദെൻ ഞാൻ എന്തോ ഇങ്ങനെ കഴിച്ചിട്ട് അവിടുന്ന് എണീറ്റ് പോകും എന്നല്ലാണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ബട്ട് ഞാനിപ്പോൾ ഇവിടെ ഷിഫ്റ്റ് ആയതിനു ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സാമ്പാർ മോര് കറി ഇതൊക്കെ കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതിയാവുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കാറുണ്ട്, ബട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തോ ആ ഒരു ടേസ്റ്റ്, അമ്മ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കത് കിട്ടുന്നില്ല. അതാണ് ഫാക്റ്റാണത്. സോ ഐ ആം റിയലി മിസ്സിങ്. എനിക്ക് സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഫാമിലി റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ഞാൻ കുറേ പ്രാവശ്യം, ഓൾമോസ്റ്റ് ഒരു 15-20 ടൈംസ് ഞാൻ ഈ സാമ്പാർ 4 മാസത്തിനുള്ളിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു തവണ പോലും എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. സോ എവറി ടൈം ഞാൻ ഫോണ് വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയണത്, ഞാൻ വെക്കേഷനിലേക്ക് അവിടെ വരുമ്പോൾ എനിക്ക് എന്ന് സാമ്പാർ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയും. അപ്പം അമ്മ എന്നെ ശരിയോട് ശരിയാണ്. കാരണം ഇതൊക്കെ എന്താ പറയുക, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു സെയിം സാധനം കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സോ അതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. സോ ദാറ്റ് ഈസ് മൈ ഫേവറേറ്റ് വൺ. ഇനിയും കുറേ ഉണ്ട് കേട്ടോ. ഐ ലവ് എന്താ പറയുക, ഇപ്പോൾ നോൺ വെജ് ആയാലും, നോൺ വെജ് അത്ര ഞാൻ നോൺ വെജ് ലവറല്ല, ബട്ട് ദെൻ ടു സം ടൈംസ് ഐ ഫീൽ ഇപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ചില നോൺ വെജസ് ഉണ്ട്, അത് എക്സെപ്ഷണൽ ടേസ്റ്റാണ്. ഐ കാൺ കമ്പയർ വിത്ത് വാട്ട് ഐ എം മേക്കിങ്. ഞാൻ എത്ര എന്ത് കിട്ടാലും അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന ആൾക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നാറില്ല എന്ന് ചിലർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. സോ അതാണ് തോന്നുന്നു, ചിലപ്പോൾ അറിയില്ല, പറയാൻ വയ്യ. പക്ഷെ അമ്മമാർ നമുക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതിൽ സ്നേഹം കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതും കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് എ ഫാക്ട്. അപ്പോൾ അത് ഞാൻ സാമ്പാറിനെ ഭയങ്കര മിസ് ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ. സോ ദാറ്റ് ഈസ് മൈ ഫേവറേറ്റ് ഫാമിലി റെസിപ്പി. Okay, so let's move on to the next question. What is a habit that you would like to break? ഇത് പൗഡർ അല്ല കേട്ടോ, ഇത് സ്ക്രാച്ച് ആയതാണ്. ഇത് ആദ്യം അവൾ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഈ ഫോൺ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇങ്ങനെ എന്നും ഇങ്ങനെ ഉറച്ച് കളയുന്നു എന്നുള്ളതാണ് അതൊക്കെ. സോ അതിൻ്റെ മാർക്സാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദി ഹാബിറ്റ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ബ്രേക്ക് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് എൻ്റെ തന്നെ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ സ്വയം റിയലൈസ് ചെയ്തിട്ടൊരു കാര്യമാണ് ദാറ്റ് ഐ എം വെരി ലേസി. ഞാൻ ഭയങ്കര ലേസിയാണ്. ഐ ഡോണ്ട് നോ വൈ എക്സാക്ട്ലി, ലൈക്ക് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്. പക്ഷേ എനിക്ക് പഠിക്കാൻ പറഞ്ഞാൽ ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ, ഈവൻ ഫോർ 24 hours ഞാൻ പഠിക്കും.
എൻ്റെ അടുത്ത് ജോലി മീൻസ് ഇപ്പോൾ ഡെൻറ്റിസ്റ്റ് ആണ്, ഐ എം എ ഡെൻറ്റിസ്റ്റ്. സോ ഇഫ് യു ആർ വർക്കിംഗ്, ഇഫ് യു ആർ ആസ്കിങ് മീ ടു ഡു എ പേഷ്യൻറ്റ്, if you're asking me to work in the clinic for 24 hours, I would love to do it. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലിനിക്കിൽ വർക്ക് ചെയ്യാൻ, പേഷ്യൻസിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വീട്ടിലത്തെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മടിയത്തി ഞാനായിരിക്കും എന്ന് അഭിമാനത്തോടെ ഞാൻ പറയുന്നു. കാരണം എനിക്ക് ഭയങ്കര മടിയാട്ടോ വീട്ടിലത്തെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ അയ്യോ എനിക്ക് ചെയ്യണ്ട എന്നുള്ള ഫീലിംഗ് വന്നു പോകും. അപ്പോൾ വീട്ടിലായിരുന്നപ്പോൾ പിന്നെ എനിക്ക് എക്സ്ക്യൂസ് ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയുണ്ടല്ലോ അമ്മ ചെയ്തോളാം എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇഷ്യൂ ഒറ്റയ്ക്ക് കിടന്ന് എല്ലാ കാര്യങ്ങളും ഇന്ന് ചെയ്യണം എന്ന് പറയുമ്പോൾ സത്യം ഏറ്റവും വലിയ എനിക്ക് ഡിഫിക്കൽട്ടി ഞാൻ ഫേസ് ചെയ്യണത് വീട്ടിലത്തെ ജോലി. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാരമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എന്ത് പറഞ്ഞാലും, ഈവൻ ഞാൻ പറഞ്ഞില്ല റിസർച്ച് ചെയ്യാൻ പറഞ്ഞാൽ ഐ വുഡ് ജസ്റ്റ് ലവ് ടു ഡു ഇറ്റ്. എത്ര നേരം വേണമെങ്കിൽ ഇരുന്ന് ഞാൻ ചെയ്യും. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു കാര്യം വീട്ടു ജോലി. സോ ദാറ്റ് ഈസ് എ ഹാബിറ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ദെൻ ഐ ഫെൽറ്റ് ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് നോർമൽ ലൈഫ്. അതും നമ്മൾ ചെയ്തേ പറ്റൂ. ദർ ഈസ് നോ എക്സ്ക്യൂസസ്. അപ്പം എനിക്ക് ലേസിയാണ്, ദാറ്റ് ഈസ് റൈറ്റ്, ദാറ്റ് ഐ എം വെരി ലേസി ടു ഡു ദ ഹൗസ് ഹോൾഡ് വർക്ക്സ്. പക്ഷേ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയല്ലേ, നമുക്കത് ചെയ്തേ മതിയാവുള്ളൂ. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ വേർസ്റ്റ് ഹാബിറ്റ് ഓഫ് മൈൻഡ് വിച്ച് ഐ ഷുഡ് ബ്രേക്ക് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ വേറെ കുറേ യൂട്യൂബ് ചാനൽസ് ഒക്കെ കാണുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്ളോഗാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്ന് പറയുന്നത്. സോ അതിലൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിച്ച് മതിയാവും. കാരണം ക്വസ്റ്റ്യൻസ് അത്രത്തോളം ഫണ്ണി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതേപോലെ നല്ല എൻ്റർടൈനിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കും ആ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. ദാറ്റ് വാട്ട് വുഡ് യു നെയിം യുവർ ബോട്ട് ഇഫ് യു ഹാഡ് വൺ? ഇതാണ് ക്വസ്റ്റ്യൻ പറയണത്. സോ എനിക്കൊരു ബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ബോട്ടിന് എന്ത് പേര് വെക്കുമായിരുന്നു? സോ ദാറ്റ് ഈസ് ക്വൈറ്റ് ട്രിക്കി. കാരണം എനിക്ക് ഈ പേര് വെക്കലുണ്ടല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആയിപ്പോകും. ബിക്കോസ് എനിക്ക് ഒരു എന്താ പറയുക ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഐ ലൈക്ക് എവറിത്തിങ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മൂവീസ് ഏതാ ഇഷ്ടം ചോദിച്ചാൽ ഞാൻ ലവ് ഓൾ ദ മൂവീസ്. കാരണം എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. സോ ഐ ലൈക്ക് ഓൾ ദ മൂവീസ്. ബട്ട് ദെൻ അതിൽ നിന്നും ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സോ അതേപോലെ തന്നെ പേര്, ഇപ്പം എൻ്റെ മോളുടെ പേര് ഞാൻ വെക്കുമ്പോഴും ഐ വാസ് വെരി 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 കൺഫ്യൂസ്ഡ്. ഒന്നാമത്തേത് ആണോ പെണ്ണാണോ അതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പം ആണാണെങ്കിൽ ഈ ഒരു പേര് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, പെണ്ണാണെങ്കിൽ ഈ ഒരു പേര് സെലക്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് എ വെച്ചിട്ട് എനിക്ക് പേര് വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. കാരണം എനിക്ക് എന്താ പറയുക ഐശ്വര്യ എന്ന് പറഞ്ഞ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ് ഐശ്വര്യ എന്ന് പറയുന്നത്. സോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ പേര് ഐശ്വര്യ ആയിരുന്നെങ്കിലോ എന്നുള്ളത്. ഒബ്വിയസ്ലി എൻ്റെ പേരൻസ് എനിക്ക് വെച്ച പേരാണ് സുമ. സോ ഐ ലവ് ദാറ്റ്. പക്ഷെ ഒരു സെക്കൻഡ് നെയിം എന്ന് വെച്ചിട്ട് ഐശ്വര്യ എന്നുള്ള പേര് വെച്ചാലും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. സോ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എനിക്ക് ജനിക്കാൻ പോകുന്നത് മോളാണെങ്കിൽ, പെൺകുട്ടി ആണെങ്കിൽ എ വെച്ചിട്ടൊരു പേരായിരിക്കണം എന്നുള്ളത്. സോ അതിൽ നിന്നും ഞാൻ കുറേ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് എനിക്ക് തോന്നുന്നു ഐശ്വര്യ, സെക്കൻഡ് അദിതി, തേർഡ് വാസ് ആരാധ്യ, പിന്നെ അഞ്ജന, അഭിരാമി, അങ്ങനെ അങ്ങനെ കുറേ എനിക്കിഷ്ടപ്പെട്ട എ വെച്ചിട്ട് പേരുണ്ടായിരുന്നു. ബട്ട് അതിലത്തെ മിക്ക പേരുകളും എൻ്റെ കസിൻസിനുള്ളതാണ്. സോ എല്ലാവരും പറഞ്ഞു അത് ഓൾറെഡി എൻ്റെ ചേച്ചിമാർക്കുള്ള പേരാണ്. സോ മകൾക്ക് വേറെ എന്തെങ്കിലും പേര് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞു. അവർ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. ഐ തോട്ട് ഇറ്റ്സ് റൈറ്റ് ആക്ച്വലി. കാരണം അവർക്ക് അവരുടെ പേരുണ്ട്. സോ എൻ്റെ മകൾക്ക് വെക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വെക്കണം എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെയാണ് പിന്നെ ഞാൻ ആരാധ്യ എന്ന് ഞാൻ സെലക്ട് ചെയ്തത്. അതും സെലക്ട് ചെയ്ത് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാക്സിനേഷന് കൊണ്ടുപോയി ജനിച്ചിട്ട് എനിക്ക് തോന്നുന്നു 7 to 8 days കഴിഞ്ഞിട്ട് നമ്മൾ വാക്സിനേഷന് വേണ്ടി കൊണ്ടുപോകും. സോ ആ സമയത്ത് അവർ കുട്ടിയുടെ പേരെന്താ ചോദിച്ചപ്പോൾ അയ്യോ, കാരണം നമുക്ക് 28 പേര് വയ്ക്കണത്. സോ ഞാനാച്ചാൽ ഡിസൈഡ് ചെയ്തിട്ട് പോലും എന്ത് പേര് എഴുതാം. അവർ പറഞ്ഞു പേര് എഴുതാൻ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല, കുട്ടിക്ക് ഒരു പേര് വേണ്ടേ എന്ന്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഏട്ടാ വേറെ ഒന്നും ആലോചിക്കില്ല, ആരാധ്യ കഴിഞ്ഞു. കാരണം ഞങ്ങൾ എത്രത്തോളം കൺഫ്യൂഷനിലായിരുന്നു ഏത് പേരാണ് ഞങ്ങൾക്ക് വെക്കുന്നത്. കാരണം എല്ലാ പേരുകളും നല്ല അടിപൊളി പേരുകളായതുകൊണ്ട് തന്നെ എന്ത് വെക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ബോട്ടിന് എന്ത് പേര് വെക്കും? എനിക്കൊരു ബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പേര് വെക്കുന്നത് ഡ്രീം ബോട്ട്.
ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് റൈറ്റ്. കാരണം എനിക്ക് ഒരാളെ അങ്ങനെ പരിചയമില്ല, സ്വന്തമായിട്ട് ബോട്ടുള്ള ആൾ എനിക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ര എക്സ്പോഷർ ഉണ്ടായിട്ടില്ല. ഇപ്പം നാട്ടിൽ പോയാലും ഞാനങ്ങനെ ബോട്ട്സ് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ അങ്ങനെ ഇല്ല. അപ്പം സ്വന്തമായിട്ട് ബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഏതായിരിക്കും പേരിടാന്ന് ചോദിച്ചപ്പോൾ ഒരു ഡ്രീം ബോട്ട് എന്തോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. പക്ഷെ ഇങ്ങനത്തെ പേര് ബോട്ടിന് ഇടാറുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ആരാ ചോദിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റോഷ്നി. ഓക്കെ, റോഷ്നിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഷീസ് ഫ്രം UK. അപ്പോൾ റോഷ്നി, ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് മൈ ഫീലിങ്സ്. അതായത് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. സോ യു ഹാവ് ആസ്ക്ഡ് മീ ഏതായിരിക്കും പേരിടാൻ ചോദിച്ചപ്പോൾ ഡ്രീം ബോട്ട് എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. ഐ ഹോപ്പ് യു ലൈക്ക് ദാറ്റ് നെയിം. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് ഞാനിന്ന് കവർ ചെയ്തിട്ടുണ്ട്. സോ ദർ ആർ മെനി മോർ ക്വസ്റ്റ്യൻസ്. എല്ലാത്തിനും ഞാൻ സ്ക്രീൻഷോട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഡോണ്ട് വറി, ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യാം കേട്ടോ. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ എല്ലാത്തിനും ഐ ആം വെരി ഹാപ്പി, എക്സ്ട്രീംലി ഹാപ്പി ദാറ്റ് യു ആർ ഗിവിംഗ് മീ ഗുഡ് റെസ്പോൺസസ്. യു ആർ സപ്പോർട്ടിങ് മൈ ചാനൽ ആൻഡ് എവറിഥിങ്. പ്ലീസ് ഡു സപ്പോർട്ട് മീ every time I post my videos. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ പണ്ട് മുതലേ ഞാൻ ഈ യൂട്യൂബൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ സംഭവം തൊട്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നോട്ടെ. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ കയ്യിൽ അത്ര നല്ല ഫോണോ അങ്ങനത്തെ ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ദാറ്റ്സ് വൈ ഐ വാസ് വെരി ഹെസിറ്റൻറ്റ് ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. അപ്പോൾ പിന്നെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഞാൻ ദുബായിലോട്ട് പോവുകയാണ്. സോ ഐ വിൽ സ്റ്റാർട്ട് മൈ യൂട്യൂബ് ചാനൽ ആഫ്റ്റർ ഗോയിങ് ടു ദുബായ്. അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചത്. സോ അങ്ങനെ ആയി. അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ തന്നെ എനിക്ക് പേര് ഓർമ്മയില്ല, ഐ തിങ്ക് ഷെറോൺ ഓർ സംതിങ്, ഐ ഡോണ്ട് റിമെമ്പർ. ഷീ ഹാസ് ആസ്ക്ഡ് മീ ടു പോസ്റ്റ് മൈ ഡെയിലി വ്ളോഗ്സ്. അതായത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഐ സ്റ്റാർട്ട് doing that also. എനിക്ക് താല്പര്യമുണ്ട്. മീൻസ് ഡേ ഇൻ മൈ ലൈഫ് ഫ്രം മോർണിംഗ് 5 AM to 12 PM നൈറ്റ്. ഹൗ ഇസ് മൈ ലൈഫ് ഗോയിങ് ആൻഡ് എവറിഥിങ്. എൻ്റെ ഡെയിലി ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് ഐ ഡെഫിനറ്റ്ലി ഷോ. കീപ് സപ്പോർട്ടിങ് മീ ഗൈസ്. എവറി ടൈം യു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്, ആൻഡ് പ്ലീസ് ഡോണ്ട് ഫൊർഗെറ്റ് ടു ഹിറ്റ് ഓൺ ദി സബ്സ്ക്രൈബ് ബട്ടൺ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വ്ളോഗിൽ ഇതേപോലെ നമ്മുടെ പാർട്ട് 2 ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഞാൻ വരാം കേട്ടോ. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.